പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇന്ന് ഫെബ്രുവരി 12 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം മാർച്ച് 1. മാർച്ച് 1 മുതൽ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം മാർച്ച് 1. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് മാറാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതായത് മാർച്ച് 1 മുതൽ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് മാറുകയാണ്. അതായത് ഇനി പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് ഇനി കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യില്ല. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ഡിജിറ്റൽ ലോക്കറിൽ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കും. പക്ഷേ ഇനി RC ബുക്ക് എന്നത് ഒരിക്കലും ഇനി പ്രിന്റഡ് ആയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യില്ല. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. അതുപോലെ തന്നെ ലൈസൻസും ഇതേ ലെവലിലേക്ക് വരികയാണ്. ലൈസൻസും ഇനി പ്രിന്റഡ് ആയിട്ട് തരില്ല. അതും നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് എടുത്തു വെക്കാം, പ്രിന്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ എടുത്തു വെക്കാം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആരാണ്? KB ഗണേഷ് കുമാർ ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് മാർച്ച് 1 മുതൽ കേരളത്തിൽ RC ബുക്ക് ഇനി ഡിജിറ്റലിലേക്ക് മാറുന്ന ഒരു കാര്യം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കിരിയൻ ജാക്കറ്റ് ഗ്രാബ്ഡ് 2025 ചെന്നൈ ഓപ്പൺ ടൈറ്റിൽ. കിരിയൻ ജാക്കറ്റ് 2025 ചെന്നൈ ഓപ്പൺ കിരീടം നേടി. ചെന്നൈ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻ്റാണിത്. ചെന്നൈയിൽ നടന്നിട്ടുള്ള ഒരു ടെന്നീസ് ടൂർണമെൻ്റ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്വീഡന്റെ ഏലിയാസ് യമറിനെ പരാജയപ്പെടുത്തി 2025 ചെന്നൈ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഫ്രഞ്ച് ടെന്നീസ് പ്ലെയർ കിരിയൻ ജാക്കറ്റ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അതായത് ഫെബ്രുവരി 3 മുതൽ ഫെബ്രുവരി 9 വരെ നടന്നിട്ടുള്ള ചെന്നൈ ഓപ്പൺ മെൻസ് സിംഗിൾസ് ടൈറ്റിൽ എന്ന ആ ഒരു മത്സരത്തിൽ ഫ്രഞ്ച് ടെന്നീസ് താരമായിട്ടുള്ള കിരിയൻ ജാക്കറ്റ് ആണ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്വീഡന്റെ ഏലിയാസ് യമറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2025 ചെന്നൈ ഓപ്പൺ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫ്രഞ്ച് ടെന്നീസ് പ്ലെയർ കിരിയൻ ജാക്കറ്റ്. ഇന്ത്യൻ ജോഡികളായ രാംകുമാർ രാംനാഥിനെയും സാക്കേത് മൈനിയെയും പരാജയപ്പെടുത്തി 2025 ചെന്നൈ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടങ്ങൾ നേടിയത് ആരാണ്? ഷിൻഡാരോ മോച്ചിസുക്കി കൈറ്റോ ഉസുക്കി. ജപ്പാന്റെ ടെന്നീസ് താരങ്ങളായിട്ടുള്ള ഷിൻഡാരോ മോച്ചിസുക്കിയും കൈറ്റോ ഉസുഗി ഇവർ രണ്ടുപേരാണ് ഇന്ത്യയുടെ താരങ്ങളായിട്ടുള്ള രാംകുമാർ രാംനാഥിനെയും സാക്കേത് മൈനിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ ഓപ്പൺസ് മെൻസ് ഡബിൾ ടൈറ്റിൽസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ചെന്നൈ ഓപ്പൺസ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 3 മുതൽ 9 വരെയായിരുന്നു. 2025 ഫെബ്രുവരി 3 മുതൽ ഫെബ്രുവരി 9 വരെ ടെന്നീസിലെ ATP 100 ചലഞ്ചർ ഇവന്റ് എവിടെയാണ് നടന്നത്? ചെന്നൈ ഓപ്പൺ. ടെന്നീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീഷൻ ആണ് ATP. മിക്കവാറുമെല്ലാം ഇന്ന് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ടെന്നീസ് താരങ്ങൾ ATP ചലഞ്ചേഴ്സ് ഇതെല്ലാം വിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതനുസരിച്ച് ഇപ്പോൾ നടന്നിട്ടുള്ള ATP 100 ചലഞ്ചേഴ്സ് എന്ന മത്സരം നടന്നിട്ടുള്ളത് ചെന്നൈയിലാണ്. 100ാമത്തെ ATP 100 ചലഞ്ചേഴ്സ് എന്ന മത്സരമാണ് ചെന്നൈ ഈ കഴിഞ്ഞ ഫെബ്രുവരി 3 മുതൽ ഫെബ്രുവരി 9 വരെ. ഇവിടെ നടന്നിട്ടുള്ള ആ മത്സരത്തിൽ മെൻസിന്റെ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്, അതായത് സിംഗിൾസ് ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ള പ്ലെയർ എന്ന് പറയുമ്പോൾ അത് ഫ്രഞ്ച് ടെന്നീസ് പ്ലെയർ കിരിയൻ ജാക്കറ്റ് ആണ്. ഡബിൾസിലാണെങ്കിൽ ഷിൻഡാരോ മോച്ചിസുക്കി, കൈറ്റോ ഉസുസുഗി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയാണ് വേർ ഇസ് ദ റെയിൻബോ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്? ലോകത്തിൻ്റെ മഴവില്ല് തലസ്ഥാനം എവിടെയാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ലോകത്തിൽ ഇപ്പോൾ മഴവില്ല് എന്ന് പറയുന്ന നഗരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏത് നഗരമാണിപ്പോൾ റെയിൻബോ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആയിട്ട് അറിയപ്പെടുന്നത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകത്തിൻ്റെ മഴവില്ല് തലസ്ഥാനം ഏതാണ്? ഹവായിനെയാണ് ലോകത്തിൻ്റെ മഴവില്ല് എന്ന് പറയുന്ന ആ തലസ്ഥാനമായിട്ട് മാറ്റിയിട്ടുള്ളത്. കാരണം മിക്കവാറും സമയങ്ങളിൽ ഹവായ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഇപ്പോൾ കാണുന്ന ഒന്നാണ് റെയിൻബോസ്. ഒരുപക്ഷെ ആ പ്രദേശത്തെ പ്രത്യേകതയായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഹവായ് എന്ന ആ ദ്വീപിനെ റെയിൻബോ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് സർവകലാശാല പ്രൊഫസറാണ് ഹവായിയെ മഴവില്ല് തലസ്ഥാനം എന്ന് വിളിച്ചത്? മനോവ്
മനോവയിലെ ഹവായ് സർവകലാശാല, ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹവായ് അറ്റ് മനോ. മാനോ എന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിലെ പ്രൊഫസർ ആണ് ഹവായിയെ ദ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആയിട്ട് അറിയിച്ചിട്ടുള്ളത്. ഹവായ് ഏത് രാജ്യത്തിൻ്റെ ഒരു ദ്വീപ് സംസ്ഥാനമാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50ഓളം സ്റ്റേറ്റ് ആണ് അമേരിക്ക. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ് ഹവായ്. ഇതൊരു ഐലൻഡ് സമൂഹമാണ്, ഇതൊരു ഐലൻഡ് ദ്വീപ് ആണിത്. 1959 ഓഗസ്റ്റ് 21 രൂപീകൃതമായ 50ാമത് US സംസ്ഥാനം ഏതാണ്? ഹവായ്. ദ 50th US സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഹവായ് ആണ്. 49ാമത്തത് അലാസ്കയാണ്. അലാസ്കയും ഹവായ് ഇവ രണ്ടും 1959 രൂപീകൃതമായിട്ടുള്ള സ്റ്റേറ്റ് ആണ് യുഎസിൻ്റെ 50 സ്റ്റേറ്റിൽ അവസാനത്തെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഹവായ് ആണ്. തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് അലാസ്കയാണ്. അപ്പോൾ ഹവായിനെയാണ് ഇപ്പോൾ റെയിൻബോ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആയിട്ട് അറിയപ്പെടുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് വേസ് 2025. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് 2025 ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 1 മുതൽ മെയ് 4 വരെ വേവ് ഉച്ചകോടിയുടെ ആദ്യ പതിപ്പ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? മുംബൈ. വരാൻ പോകുന്ന മെയ് 1 മുതൽ മെയ് 4 വരെ വേസ് ഉച്ചകോടിയുടെ ആദ്യ പതിപ്പ് നടക്കാൻ പോകുന്നത് മുംബൈയിലാണ്. മുംബൈയിലെ ജിയോ കൺവെൻഷൻ ഹാൾ വെച്ചായിരിക്കുള്ളൂ ഈ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. വേവ് ഉച്ചകോടിയുടെ ആദ്യ പതിപ്പ് മെയ് 1 മുതൽ മുംബൈയിൽ നടക്കും. വേസ് എന്നതിൻ്റെ അർത്ഥമെന്താണ്? വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടി. വേസ് എന്നാൽ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ്. ഇത് നടക്കേണ്ടത് കഴിഞ്ഞ വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ അറിയിച്ചിട്ടുള്ള ഒന്നാണ്. അതായത് വേസ് എന്ന് പറയുന്ന ഈ ഒരു ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് നടക്കുന്നതിനെ പറ്റി. പക്ഷേ അത് പിന്നീട് മാറ്റിവെക്കുകയും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മെയ് 1 മുതൽ മെയ് 4 വരെയാണ് മുംബൈയിലെ ജിയോ കൺവെൻഷനിൽ വേസ് എന്ന് പറയുന്ന അതായത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ്. ഇത് ആദ്യത്തെ ഒരു വേൾഡ് ഓഡിയോ ആൻഡ് വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് ആണ്. ഇത് ആദ്യത്തേതാണ്. 2025 മെയ് 1 മുതൽ 4 വരെ. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിയുടെ ആദ്യ പതിപ്പ് ഏത് മന്ത്രാലയമാണ് നടത്തുന്നത്? മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് വേവ് എന്ന് പറയുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് ഇത് ആദ്യത്തെ വഹിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ മിനിസ്റ്റർ ആണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ഇന്ത്യയുടെ അശ്വിനി വൈഷ്ണവ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് Su-57E ടു ഇന്ത്യ. 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് Su-57E ഇന്ത്യയിലേക്ക്. എയ്റോ ഇന്ത്യ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. ഇതിലെടുത്തു പറയേണ്ട ഒരു വിമാനമാണ് Su-57E എന്ന് പറയുന്ന ഈ വിമാനം. ഇന്ത്യയിലേക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എയ്റോ ഇന്ത്യ 2025 റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത ഏറ്റവും പുതിയ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൻ്റെ പേര് Su-57E. സുക്കോയ് Su-57E എന്ന വിമാനമാണ് ഇന്ത്യക്ക് ഇപ്പോൾ റഷ്യ ഓഫർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റഷ്യയുടെ ഒരു വിമാനമാണ് സുക്കോയ് Su-57 എന്ന് പറയുന്ന ഈ ഒരു വിമാനം. റഷ്യൻ എയറോസ്പേസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ് Su-57E എന്ന് പറയുന്ന വിമാനം. 2020 ഡിസംബറിലാണ് റഷ്യ ഇതാദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സുക്കോയ് Su-57ൻ്റെ നിർമ്മാതാവ് ഏത് കമ്പനിയാണ്? JSC സുക്കോയ് കമ്പനി. JSC സുക്കോയ് കമ്പനിയാണ് 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സുക്കോയുടെ നിർമ്മാതാക്കൾ. ഇന്ത്യക്കായി സബ്സോണിക് ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനർ വിമാനമായ HJT-36 യശസ് നിർമ്മിച്ച കമ്പനി ഏതാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനർ എയർക്രാഫ്റ്റ് ആണ് HAL HJT-36 യശസ് എന്ന് പറയുന്ന ഈ ഒരു വിമാനം. ഇത് ഇന്ത്യൻ എയർഫോഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള ഒരു വിമാനമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയ്റോ ഇന്ത്യ ഷോയിൽ വന്നിട്ടുള്ള HJT-36 യശസ് എന്ന വിമാനം ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് HJT-36 യശസ് എന്ന് പറയുന്ന സബ്സോണിക് ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനർ എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഏത് വിമാനത്തിന് പകരമായി
HJT-36 യശസ്സുകൾ ഉപയോഗിക്കും. HAL HJT-16 കിരൺ. കിരൺ എന്ന വിമാനമാണ് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും അവരുടെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം. HJT-16 കിരൺ എന്ന് പറയുന്ന വിമാനം. എന്നാൽ ഈ വിമാനത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ HAL നിർമ്മിച്ചിട്ടുള്ള പുതിയ വിമാനം, അതായത് HJT-36 യശസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. സബ്സോണിക് ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനറായ വിമാനം HJT-36 യശസ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഏത് സ്ഥാപനമാണ്? എയർക്രാഫ്റ്റ് റിസർച്ച് ആൻഡ് ഡിസൈൻ സെന്റർ, ARDC. HJT-36 യശസ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് HALൻ്റെ ഒരു R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻറ്റർ ആണ് ARDC. HALന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഏതാണ്ട് 10ഓളം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ആണുള്ളത്. അതിൽ ഒന്നാണ് ബാംഗ്ലൂരിലുള്ള എയർക്രാഫ്റ്റ് റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻറ്റർ. ഇതാണ് ഈ ഒരു ഓർഗനൈസേഷൻ ആണ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണ് HJT-36 യശസ് എന്ന് പറയുന്ന ട്രെയിനർ ജെറ്റ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.